ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നോക്കാലോ എങ്ങനെ തക്കാളി ചമ്മന്തി ആക്കാൻ റെഡിയാക്കാൻ. എൻ്റെ നാട്ടിലാണ്, അസം നാട്ടിൽ ഈ ചമ്മന്തി ഭയങ്കര സ്പെഷ്യലാണ്. എന്തായാലും ചോറാണെങ്കിൽ ഈ തക്കാളി ചമ്മന്തി വേണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. തക്കാളി ഞാൻ ചെറിയാക്കി വെച്ചതാണ്. ഇവിടെ മുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പിന്നെ ഗാർലിക് ഉണ്ട്, ചെറിയ ഓണിയൻ ഉണ്ട്, പിന്നെ ഡ്രൈ ചില്ലി ഉണ്ട്, പച്ചമുളക് വീട്ടിൽ തന്നെ പച്ചമുളകായത് പടുത്തിടാം. പിന്നെ ഇത് തക്കാളി ചെറിയാക്കിയിടാം. ചട്ടി വെല്ലെങ്കിൽ സാധനമാണെങ്കിൽ വേറെ പാത്രത്തിനകത്തെ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പം ചട്ടിക്കകത്ത് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇതാണ് ഇൻഗ്രീഡിയൻസ്. പാനും ഇഞ്ചി, മുളക്, ഓണിയൻ, പിന്നെ തക്കാളി. ഇതാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഉണ്ടാക്കിയാലോ. ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആയിരിക്കും. പക്ഷെ എൻ്റെ നാട്ടിലത് വെളിച്ചെണ്ണ കിട്ടില്ല. വെളിച്ചെണ്ണ നാട്ടിനകത്ത് മസ്റ്റർഡ് ഓയിലിനകത്ത് എല്ലാ സാധനവും ഒക്കെ ഉണ്ടാക്കും. കടിയായി ചമ്മന്തി എന്തെങ്കിലും ആണെങ്കിൽ മസ്റ്റർഡ് ഓയിൽ മാത്രം ഉപയോഗിക്കും. ഇവിടെ ആണെങ്കിൽ കേരളത്തിനകത്ത് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കൂ. പിന്നെ എന്തെങ്കിലും എണ്ണ വെജിറ്റബിളൊക്കെ എണ്ണ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പം ഞാൻ ഇവിടെ ആദ്യം മുളക്, പിന്നെ ഇഞ്ചി, ഉള്ളി, സവോള, വെളുത്തുള്ളിയൊക്കെ ഇടും. ഇത് ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആയപ്പം ഞാൻ തക്കാളിക്ക് ചേർക്കും. ഭയങ്കര സ്പൈസി ആവും, ബട്ട് വെരി ടേസ്റ്റി ടു ഈറ്റ്. അപ്പം ഞാൻ ഇതാണ് തക്കാളി. ചമ്മന്തിക്ക് ചുട്ടാക്കും. ഇങ്ങനെ ചുട്ടാക്കിയിട്ട് ചമ്മന്തി ആക്കും. ഒരു നല്ല ടേസ്റ്റ് രുചി പോലെ നല്ല ടേസ്റ്റ് രുചി വരും. അതൊക്കെ തിന്നാൻ ഭയങ്കര കൊതിയാവണം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ മാത്രം തിന്നാൻ കിട്ടും. തക്കാളി ചമ്മന്തി, പൊട്ടറ്റോ ചമ്മന്തി, എല്ലാം ചമ്മന്തി, മുളക് ചമ്മന്തി വേണം. ചമ്മന്തി നാട്ടിനാട്ട് എൻ്റെ സ്വന്തത്തെ എന്തെങ്കിലും ചോറാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആണെങ്കിൽ ചമ്മന്തി വേണം. ഉപ്പ് വെള്ളം ഞാൻ ചേർക്കും. ഇച്ചിരി മാത്രം ചേർക്കും. കൂടുതലായിട്ടും ഇതിനകത്ത് ഇച്ചിരി ചേർത്താൽ ഉപ്പ് വെള്ളം. ഉപ്പ് പൗഡർ ഇല്ലാട്ടുണ്ട് ഉപ്പ് വെള്ളം ചേർക്കുക, ഇല്ലെങ്കിൽ ഉപ്പ് പൗഡർ ചേർക്കും. ഉപ്പ് ഒന്നും വേണ്ട, ഇൻഗ്രീഡിയൻസ് മസാല ഒക്കെ ചേർക്കില്ല ചമ്മന്തിനകത്ത്. ഉപ്പ് മാത്രം ചേർക്കും. പിന്നെ ഇഞ്ചി, മുളക് ഇതൊക്കെ വേണം. എൻ്റെ നാട്ടിനകത്ത് ഭയങ്കര മീൻ ചമ്മന്തി ഉണ്ടാക്കും. ചുട്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് വരുവേ. മീൻ ചമ്മന്തി ചുട്ടാക്കിയിട്ട് ഇഞ്ചി മുളക് ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ മീൻ ചമ്മന്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയ അപ്പം നോക്കണേ എല്ലാവരും. ഇത് ആയി. ഇപ്പം ഞാൻ വാങ്ങട്ടെ. അടി പിടിക്കുന്നുണ്ട്. വേറെ ചെടിയാണെങ്കിൽ അടി പിടിക്കുന്നില്ലായിരുന്നു. ഞാൻ വാങ്ങട്ടെ. ഇതാണ് കൊറിയാണ്ടർ ലീഫ്. ഇത് എന്തെങ്കിലും ചമ്മന്തി ആണെങ്കിൽ ഇത് പച്ചക്ക് ഇടും. നല്ല ടേസ്റ്റ് മാനും സ്മെല്ലൊക്കെ നല്ല സ്മെൽ വരുമ്പോൾ ഇത് ഇടും. ഞാനിപ്പോൾ ഇത് മുറിച്ചിട്ട് ഇടണം. പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ടുക. ഞാൻ ഇതിൻ്റെ ഇങ്ങനെയാക്കും. എന്നാ പറയും മലയാളത്തിൽ അത് അടുത്തില്ല. ഇങ്ങനെ മേഷ് ചെയ്യും. ഇംഗ്ലീഷ് നാട്ടിൽ പറയാത്ത ഇങ്ങനെ മേഷ് ചെയ്യണം. ഇങ്ങനെ നല്ലോണം മേഷ് ആക്കണം. പക്ഷെ എൻ്റെ നാട്ടിനകത്തെ ഇത് കണ്ടല്ലോ ഇങ്ങനെ ചെയ്യാൻ സാധനമുണ്ട് കല്ലിന്. അപ്പോൾ ഇത് കൂടി ചമ്മന്തി ഉണ്ടാക്കി തിന്നും. എൻ്റെ ഈ സ്റ്റേന് ട്രൈപോഡ് ഉണ്ടായിരുന്നു. പക്ഷേ പൊട്ടിപ്പോയി. ഇതിനകത്ത് എൻ്റെ കൈ കൂടി അപ്പം റെക്കോർഡൊക്കെ ചെയ്യാൻ. പക്ഷെ ചുട്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. തക്കാളിയൊക്കെ ചുട്ടാക്കിയിട്ട് ചമ്മന്തി ഉണ്ടാക്കും അവിടെ. പക്ഷെ ഞാനിവിടെ വറുത്തതാ. ചെറിയ എണ്ണയൊക്കെ ഇതിനകത്ത് വറുത്തടാ. ഇതുപോലെ ചമ്മന്തി ആണെങ്കിൽ ഒന്നും കറി വേണ്ട. അവിടെ ചമ്മന്തി കൂടി ചോറ് കൂട്ടിയിരിക്കും.
ആസാം പറഞ്ഞാൽ ചമ്മന്തി പിന്നെ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്ന് അവിടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചമ്മന്തി മാത്രം സ്പെഷ്യലാണ് അവിടെ. നട്ടി എടുത്ത് വെക്കും. ചമ്മന്തി ഒക്കെ റെഡി ആയി. ഇതാണ് ചമ്മന്തി. ഇപ്പം ചോറ് കൂടി തിന്നാൻ ഞാൻ. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.